നമസ്കാരം. DMK കോൺഗ്രസ് സീറ്റ് ചർച്ചയ്ക്ക് തുടക്കം. BJPക്കെതിരെ ദേശീയ തലത്തിൽ രൂപപ്പെട്ട ഇന്ത്യയിൽ ഭിന്നത തുടരെ തമിഴ്നാട്ടിൽ DMKയും കോൺഗ്രസും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക സീറ്റ് ചർച്ച നടത്തി. ചർച്ച തൃപ്തികരമാണെന്ന് ഇരുപക്ഷവും അറിയിച്ചെങ്കിലും സീറ്റിനു വേണ്ടിയുള്ള വിലപേശലുകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തിരഞ്ഞെടുപ്പ് സഖ്യങ്ങൾക്ക് രൂപം നൽകുന്നതിന് കോൺഗ്രസ് രൂപീകരിച്ച ദേശീയ സമിതിയുടെ തലവൻ മുഗൾവാസിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സംഘമാണ് DMK ആസ്ഥാനത്ത് ചർച്ച നടത്തിയത്. പാർട്ടി ഖജാൻജി TR ബാലു DMK സംഘത്തിന് നേതൃത്വം നൽകി. മത്സരിക്കാൻ താല്പര്യമുള്ള 21 മണ്ഡലങ്ങളുടെ പട്ടിക കോൺഗ്രസ് നേതാക്കൾ DMKക്ക് കൈമാറിയിരുന്നെന്നാണ് റിപ്പോർട്ട്. ഇരുപക്ഷവും ഇക്കാര്യം നിഷേധിച്ചു. എന്നാൽ 12 സീറ്റ് വേണമെന്ന ആവശ്യം കോൺഗ്രസ് ഉന്നയിച്ചതായി സൂചനയുണ്ട്. തമിഴ്നാട്ടിലെ 39 സീറ്റിൽ 10ഇടത്തും പുതുച്ചേരിയിലുമാണ് കഴിഞ്ഞ തവണ കോൺഗ്രസ് മത്സരിച്ചത്. അതിൽ തേനിയൊഴികെ എല്ലായിടത്തും ജയിച്ചു. അതേ സീറ്റുകൾ ഇത്തവണയും നേടിയെടുക്കുന്ന ഉദ്ദേശത്തിലാണ് കോൺഗ്രസ് 12 സീറ്റ് ആവശ്യപ്പെടുന്നത്. എന്നാൽ കമലഹാസന്റെ മക്കൾ നീതി മയക്കം പോലെ പുതിയ ഘടകങ്ങൾ വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് കോൺഗ്രസിന്റെ സീറ്റ് കുറയുന്ന കാര്യം DMK പരിഗണിക്കുന്നുണ്ട്. 20ൽ കൂടുതൽ സീറ്റിൽ DMK മത്സരിക്കണമെന്നാണ് തൻ്റെ അഭിപ്രായമെന്ന് TR ബാലു പറഞ്ഞു. കഴിഞ്ഞ തവണ മത്സരിച്ച 9 സീറ്റിനു പുറമെ താല്പര്യമുള്ള 12 മണ്ഡലങ്ങൾ കൂടിയുള്ള പട്ടിക കോൺഗ്രസ് നേതാക്കൾക്ക് കൈമാറിയിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ അങ്ങനെ ഒരു പട്ടിക കൈമാറിയിട്ടില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ KS അഴഗിരിയും DMK നേതാവ് ബാലുവും വ്യക്തമാക്കി.